നമ്മുടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ചെയർമാനായ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് പുതിയൊരു ചുവടുവെപ്പിലേക്ക് കിടക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നടനും കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിൻ്റെ ഭാഗവുമായ ശ്രീ രവീന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. സർ, ഇപ്പോൾ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 10 വർഷം കടന്നു. 10 വർഷം. കുറേ സംരംഭങ്ങൾ അതിൻ്റെ ഒരുപാട്. നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് ഒരു നോൺ ആൽക്കഹോളിക് ന്യൂ ഇയർ പാർട്ടി ഇവിടെ ചെയ്തായിരുന്നു. ശരിക്കും ആദ്യമായിട്ടായിരിക്കും ലോകത്ത് തന്നെ ലൈക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. അത് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവർക്കും സംശയമായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഏകദേശം 10,000 പേര് വന്ന് 5 DJകൾ അവർ വന്ന് ഇതിനകത്ത് പാടി. അന്നത്തെ ഏറ്റവും സൂപ്പർ DJs ഉണ്ടായിരുന്ന DJs ഇവിടെ ഉണ്ടായിരുന്നു. മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചേർന്നുള്ള കലാപരിപാടി. പിന്നെ ലൈക്ക് നോൺ ആൽക്കഹോളിക് മൊജോ ഉണ്ടല്ലോ, അത് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. അതുകൊണ്ട് എല്ലാ ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ടല്ലോ, വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഹിറ്റായി ആ സംഭവം വന്നിട്ടുള്ള ഒരു. എനിക്ക് തന്നെ 8,000-9,000 ജനം ദർബാർ ഹോൾ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞായിരുന്നു വന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധ്യത തുറന്നു കിട്ടിയത് ശരിക്കും. അതിനുശേഷം നമ്മളിവിടെ ഒരു ബൈക്ക് റാലി, ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ അന്ന് നമ്മളൊരു ബൈക്ക് റാലി ചെയ്തായിരുന്നു. ഒരു 800-900 ബൈക്ക് കണ്ണൂരിൽ നിന്നുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള എല്ലാമുള്ള ബൈക്ക് ക്ലബ്ബുകൾ, അവിടെ തൊട്ട് ഇവിടെയുള്ള എല്ലാ ബൈക്ക് ക്ലബ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് എറണാകുളം ഇതുവരെ അതുപോലത്തെ ഒരു ബൈക്ക് റാലി കണ്ടിട്ടില്ല. പക്ഷേ വളരെ അച്ചടക്കത്തോട്, കാരണം അന്ന് വന്ന് ഇത്രയും ബൈക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചുതരാം. അത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്, കൊച്ചി പട്ടാളം ഗ്രൗണ്ടിൽ നിന്ന് വന്നിറങ്ങിയപ്പോഴത്തേക്കും ട്രാഫിക്കുകാർ മൊത്തം വന്ന് അന്ന് ഡൊമിനിക്കാണ് അത് ഇനാഗുറേഷൻ ചെയ്തത്. അന്നത്തെ MLA ആയിരുന്നു. അന്ന് സബ് കളക്ടർ ഉണ്ടായിരുന്നു, കൊച്ചിയിലായിരുന്നല്ലോ സബ് കളക്ടറിൻ്റെ. അപ്പോൾ അന്ന് എല്ലാവരും പേടിച്ചു, ഇത് കംപ്ലീറ്റ് എറണാകുളം മൊത്തം ഇത്രയും ബൈക്ക് ഒറ്റയടിക്ക് എറണാകുളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കുന്നത്. പക്ഷേ ഇത്ര അച്ചടക്കത്തോട് ഉണ്ടായ ഒരു ബൈക്ക് റാലി വേറെ ഉണ്ടാവില്ല. മറൈൻ ഡ്രൈവിലാണ് അത് തീർന്നത്. അതാണ് ഈ ബൈക്ക് ക്ലബ്ബുകളുടെ വന്നിട്ടുള്ള റൈഡേഴ്സ് ക്ലബ്ബുകളുടെ ഏറ്റവും വലിയ മഹത്വം ഞാൻ അന്ന് കണ്ടത്. വളരെ അച്ചടക്കത്തോട് ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു ഹൂളിഗൻസ് അല്ല. അതിനെതിരായിട്ടുള്ള ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ബൈക്ക് റാലി ആയിരുന്നു അന്ന്. എല്ലാ ക്ലബ്ബുകളും അതിൽ പങ്കെടുത്ത എല്ലാ ക്ലബ്ബുകളും കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ കേരളത്തിലെ ക്ലബ്ബുകളും അതിനകത്ത് പങ്കാളികളായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മളൊരു ഫ്ലാഷ് മോബ് കോമ്പറ്റീഷൻ ചെയ്തായിരുന്നു. ഞാൻ ഫെസ്റ്റിവൽ അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അത് മാർക്കറ്റ് യുവർ ടെക് ഫെസ്റ്റ് എന്നുള്ളതായിരുന്നു. മാർക്കറ്റ് യുവർ ഫെസ്റ്റ്. അന്ന് ക്യാമ്പസുകളിൽ ഒരുപാട് ഫെസ്റ്റിവലുകൾ നടന്നായിരുന്നു. മറ്റ് ടെക് ഫെസ്റ്റ്, ലോ ഫെസ്റ്റ്, ലോ കോളേജിൻ്റെ അവരവരുടെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫെസ്റ്റ് അവർ ചെയ്തിരുന്നു. ആ ഫെസ്റ്റിവല് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഫ്ലാഷ് മോബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒബ്രോ മാളിൽ വാലന്റൈൻസ് ഡേയിൽ നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ ഭയങ്കര ഹിറ്റായിരുന്നു. അത് റിലയൻസ് ആയിരുന്നു അന്ന് അത് സ്പോൺസർ ചെയ്തത്. നമ്മുടെ എല്ലാ പ്രോഗ്രാമും സ്പോൺസേർഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ ഫെസ്റ്റിവൽ ചെയ്ത് 2016 ആയപ്പോൾ ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്ക് മാറി. പിന്നീട് അവിടെയായി. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ GCC കൺട്രീസിലുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ വർക്ക്ഷോപ്പുകളും ഫിലിം ഫെസ്റ്റിവലുകളായിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തു. നമ്മുടെ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു ന്യൂ പ്രോജക്റ്റ് ഞാൻ അവിടുത്തെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ നമ്മൾ ലോഞ്ച് ചെയ്തു. അതിനുശേഷം നിക്കോണുമായിട്ട് ചേർന്ന് നമ്മൾ അതെല്ലാം കേരളം GCCയിലെ എല്ലാ കൺട്രീസിലും യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും സ്കൂളുകൾ പിള്ളേർ എല്ലാവരെയും പല അസോസിയേഷനുണ്ടല്ലോ, മലയാളി അസോസിയേഷൻ കേരള, അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ബഹ്റിനുകളെ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ അവരെയും കൂടി ചേർന്ന് ബഹ്റിൻ പോളിടെക്നിക്കുമായിട്ട് ചേർന്നുകൊണ്ട് അവിടുത്തെ ലോക്കൽസിനും കൂടി വന്നിട്ടുള്ള നമ്മൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫെസ്റ്റിവൽസ് നമ്മൾ 2015 ചെയ്തു. നമ്മൾ അതേപോലെ ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പുകൾ അവർക്ക് വേണ്ടി ചെയ്തു, യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് ചെയ്തു. ഈ 2024 കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ അടുത്ത ബുക്ക് വന്നിട്ട് ഞാൻ റിലീസ് ചെയ്തത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എങ്ങനെ ദൃശ്യമാധ്യമത്തെ നമുക്ക് കാണാം. ഇറ്റ്സ് ബേസിക്കലി വി കോൾ ഇറ്റ് ദാറ്റ് ലിറ്ററസി ഓഫ് 21st സെഞ്ച്വറി എന്നാണ് അതിനെ വിളിക്കുന്നത്. 21ാം നൂറ്റാണ്ടിൻ്റെ ലിറ്ററസി. കാരണം നമ്മൾ ഇമേജിലൂടെയാണ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വെൻ യു ഗോ ഔട്ട്, ഓക്കെ, ഒരു പോസ്റ്റർ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളോട് സംസാരിക്കുകയാണ്, സംവാദം ചെയ്യുക. ഇറ്റ് ആക്ച്വലി ഓൾ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾ ഇമേജസ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിത്തൗട്ട് യു നോയിങ്. ആക്ച്വലി ഇറ്റ് ക്യാൻ ആക്ച്വലി നിങ്ങളെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഗൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു ഇമേജ് കാണുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കുക ഒരുപാട്. അതുകൊണ്ടാണ് അതിനെ പറ്റിക്കുന്ന ഒരുപാട് മോർഫിങ്, ഈ ബേസിക് എത്തിക്സ് വരണം. കാരണം നമ്മുടെ ടെക്നോളജിയുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട്
നമ്മൾ എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരു കോഡുണ്ട്. എല്ലാത്തിനും നമ്മൾ സൊസൈറ്റി വളർന്നപ്പോൾ സൊസൈറ്റിയിൽ ഒരു കോഡ് ഉണ്ടാക്കി, എങ്ങനെ നിൽക്കണം, ജീവിക്കണം. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, നമുക്ക് സൊസൈറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോഡ് ഉണ്ടാക്കി, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ വേണം, നിയമങ്ങൾ വന്നു, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വളർച്ച, ടെക്നോളജി വളർന്നപ്പോൾ അതിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കോഡ് ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും അവിടെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പലരും വന്നിട്ടുള്ളത് അത് നമ്മളവരെ കുറ്റവാളികളായിട്ട് കാണുന്നതിനേക്കാളും ഉപരി ഒന്നല്ല, ചിലർ പറ്റിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സൈബർ ക്രൈംസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൻ്റെ കാരണം ആ ഒരു ന്യൂ ടെക്നോളജിയിൽ വന്നിട്ട് അതെല്ലാ സമയത്തും ഉണ്ട്. ഈ പറയുന്ന വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ളത് അത് അവരുടെ ഒരു ബേസിക് തിങ്കിങ് അങ്ങനെയാണ്. അപ്പോൾ അവരെ നമ്മൾ ശക്തമായിട്ട് എതിർക്കാനായിട്ട് ഒരു നിയമത്തിൻ്റെ രീതികളും അതിൻ്റെ ബേസിക് എത്തിക്സുകളും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അത് റൂൾ ചെയ്യാൻ പോവുക. ബട്ട് അതിനകത്ത് ബേസിക് എത്തിക്സുകൾ ആവശ്യമാണ്. അപ്പോൾ അതിനോട് ചേർന്നാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2024 ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നുള്ള അതിൻ്റെ ബേസിക് എത്തിക്സ് എല്ലാം പറയുന്നുണ്ട്. അതിൽ ഹിസ്റ്ററി, നമ്മുടെ മിത്തുകളിൽ എന്ന് തൊട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത്. ഞാൻ ആ പുസ്തകം അവിടെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അത് എവിടെ ഞാൻ കാണിച്ചിട്ട് പറയട്ടെ അത്. ഓക്കെ, സോ ദിസ് ബുക്ക് ഈസ് ആക്ച്വലി വന്നിട്ട് ഇതാണ് അതിൻ്റെ ഒരു ബുക്കായിട്ട് നിൽക്കുന്നത്. ഇത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് നമ്മൾ റിലീസ് ചെയ്തിരുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ 10ാം വർഷത്തോട് ചേർന്നിട്ട് നമ്മൾ തീരുമാനിച്ച അടുത്ത പ്രോജക്റ്റ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാക്കിയിരുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ അതിനെ മാറി ഒരു പുതിയ കലാകാരന്മാർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മൾ അതിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വന്ന് ഈ 10ാമത്തെ വർഷമായപ്പോൾ നമ്മൾ അത് ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ബേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിന് നമ്മൾ ചെയ്യേണ്ടതിനകത്ത് ഒരു കാര്യം, ഒരു കൂട്ടായ പ്രവർത്തനം നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ നമ്മുടെ ഈ സിനിമയിലുള്ള എല്ലാ സംഘടനകളെയും നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, അപ്പോൾ അതിനൊരു കോമൺ കോസ് ഞാൻ ആദ്യം വെച്ച ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അമ്മ എന്ന സംഘടനയിലെ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരുപാട് പേര് എന്നോട് പലപ്പോഴും ഞാൻ ഈ ഷോർട്ട് ഫിലിമുകൾ എടുക്കുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും അവരുടെ പ്രയാസങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സിനിമ എടുക്കുന്നതിന് മോഹൻലാലുമായിട്ട് ആലോചിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞു നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വറീഡാണ്. അപ്പോൾ അതിന് നമ്മളൊരു വഴി ഉണ്ടാക്കണം. അത് എന്ന് വന്നിട്ട് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളത് എന്നും എല്ലാവർക്കും ഒരു ആലോചനയുണ്ട്. കാരണം 500 പേരിൽ ഒരു 400 പേർക്കോളം വന്ന് ജോലിയില്ല, കൂടുതൽ വന്നിട്ടുള്ള അവസരങ്ങൾ മാറുന്നു, പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവർ വന്നിട്ട് അറിയപ്പെടാതെ പോകുന്നു. അപ്പോൾ അതെന്നേരാണ് ഇതിന് നമ്മൾ അതിനു വേണ്ടി മാറ്റാം എന്നുള്ളൊരു തൊഴിലില്ലാതെ ഇരിക്കുന്നവരെ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ സ്റ്റാർസിനെ അല്ല ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ സ്റ്റാർസ് ഇതിനകത്ത് വരുവാണെങ്കിൽ നമ്മൾ വേണമെന്നൊന്നും പറയില്ല, പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവർക്കാണ് ശരിക്കും. കാരണം ഞാൻ ഇത് സംസാരിച്ചപ്പോൾ അമ്മയുടെ മീറ്റിങ്ങിൽ പരിപാടി വരട്ടേന്ന് പറഞ്ഞു, അതല്ല, പക്ഷെ അത് ഒരു കാമ്യമായിട്ടേ വരാൻ പറ്റുള്ളൂ. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ വരുന്ന ആൾക്കാർക്കാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം. അതിന് ഒരു ആന്തോളജി ആണല്ലോ, ആന്തോളജി. അത് ആന്തോളജി ആക്കാൻ തന്നെ കാര്യം അതാണ്. നമുക്ക് കൂടുതൽ പേർക്ക് ചാൻസ് കിട്ടുക, കൂടുതൽ പേർക്ക് വന്നിട്ട് സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ സിനിമ നീട്ടത്തിൽ ഒരു സ്റ്റോറീനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓരോ ഷോർട്ട് ഫിലിമിൽ ഒരു 10 12 പേരെ 15 പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ 12 പേരെ. അപ്പോൾ അങ്ങനെ ഒരു 5 ഫിലിം ആകുമ്പോഴത്തേക്കും നമുക്കൊരു 50 പേരെങ്കിലും മിനിമം, അല്ലെങ്കിൽ 40 പേരെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ അതിനെ അതാക്കിയത്. അത് മാത്രമല്ല, നമുക്ക് വന്നിട്ട് മാഗ്ഡേ ആയിട്ടാണ് ഞാനിത് ആദ്യം ആലോചിച്ചത്. മോഹൻലാലിന് ഇത് കിട്ടിയ ശേഷം ഇത് പ്രാവർത്തിയാക്കണം. അപ്പോൾ ഞാൻ മാഗ്ഡേ മെമ്പർ ആയതുകൊണ്ട് മെക്കാട്ടിൻ്റെ അടുത്തും ഞാൻ പത്മകുമാറിൻ്റെ അടുത്താണ് ഞാനിത് അവതരിപ്പിച്ചു. അവർ വളരെ സന്തോഷത്തോട് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്തേക്ക് സഹകരിച്ചുകൊണ്ട് ചെയ്തു തരാം. അപ്പോൾ മാഗ്ഡേന്ന് ഡയറക്ടേഴ്സായി. അപ്പോൾ ഞാൻ അമ്മയെന്നുള്ള ഒരു ഡയറക്ടർ എടുത്തത് രമേഷ് പിഷാരടി മാത്രമേ ഉള്ളൂ, ബാക്കി ഇരിക്കുന്നതല്ല. അവരുടെ ടെക്നീഷ്യൻസാണ് അളകപ്പനും പി സുകുമാരനും. അവർ ഉടനെ സന്നദ്ധ വഹിച്ചു. അപ്പോൾ പട്ട്ണർ റഷീദ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മേക്കപ്പ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞു. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 1-2 പേര് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് വന്ന് അതിനുശേഷം ഇതിനകത്ത് എല്ലാവരും ചേരുന്നുണ്ട്. അപ്പം ഞാൻ സിബി മലയോട് സംസാരിച്ചപ്പോൾ സിബി പറഞ്ഞു ഫെഫ്കയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങിയ 2005 തൊട്ട് ഈ എൻ്റെ ഫെസ്റ്റിവലിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ടെക്നിക്കൽ ഡിവിഷനിൽ സിബി മലയിലും കമലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇത് 19 വർഷമായി. ഞാൻ അത് 2005 തുടങ്ങിയത്. അന്ന് മൺസൂൺ സിറ്റി ഫെസ്റ്റ് ആയിരുന്നു, ഈ ഷോർട്ട് ഫിലിമിനല്ലായിരുന്നു. അന്ന് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു അങ്ങനത്തെ ഒരു ഈ ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് തുടങ്ങിയ ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ. അപ്പോൾ അന്നുണ്ടായിരുന്ന അതേ കമലും സിബിയോടെ ഞാൻ സംസാരിച്ചേ, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞങ്ങൾ ഇത്ര ആയിട്ടുണ്ട്, നമ്മൾ കൂടെ ഉണ്ടെന്ന്.
അങ്ങനെയാണ് ഞാൻ സിബിയും വന്നു. പി ചന്ദ്രകുമാർ ഞാനോട് സുഹൃത്താണ്. അങ്ങനെ ഞാൻ ഉടനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സുരേഷ് കുമാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ പിന്നെന്താ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു വലിയ നല്ല ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതാണ് സുരേഷ് കുമാർ. ഒരു നല്ല മനസ്സിൻ്റെ ഉടനെ സുരേഷ് കുമാർ.